ദീപ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരു കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ട് ഒരു ലൈഫ് കോച്ചായിട്ട് കൂടി ആക്ട് ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഈ വക ഒരു റിലേഷൻ മാനേജ്മെന്റ് HR സ്വാഭാവികമായിട്ടും റിലേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കും. ഇത്രയും നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. സ്വാഭാവികമായും ഇവർ ജീവിക്കുന്നത് അവരുടെ പാരന്റ്സിന്റെ കൂടി ഇടയിലാണ്. രണ്ട് കുടുംബങ്ങളാണ് ഒന്ന് ചേർന്ന് ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും നിലയിൽ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഇവരുടെ ലൈഫിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് സ്ത്രീ വിവാഹം കഴിച്ച് പുരുഷന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന അമ്മായിയമ്മ മരുമകൾ പോലെ എന്ന വാക്ക്. പിന്നെ ചിലർ പറയാറുണ്ട് പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്ന്. അപ്പം ഇന്നുണ്ടാകുന്ന വിവാഹമോചനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന നിസാര കാര്യത്തിന്റെ പേരിലുണ്ടാകുന്ന വിവാഹമോചനങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്ന പാരന്റ്സ് എന്ന് പറയുന്ന വ്യക്തികളുടെ പക്വതയില്ലാത്ത ഇടപെടൽ അല്ലെങ്കിൽ മക്കളുടെ പക്വതയില്ലാത്ത ഉപദേശം തേടൽ ഒക്കെ കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ രണ്ട് കുടുംബങ്ങളാണ് ഒന്നിച്ചു വരുന്നത്. ഇതൊക്കെ സത്യമാണെങ്കിലും ഇവരാരും നമ്മളോടൊപ്പം ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. വിവാഹം ചെയ്യുന്നത് ഭാര്യയും ഭർത്താവുമാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനുമാണ്. പറയുന്ന പോലെ നമ്മൾ ചേതൻ ഭഗത്തിന്റെ 2 States ബുക്കിലൊക്കെ പറയുന്ന പോലെ ഇൻ ഇന്ത്യ മാരേജ് ഇസ് നോട്ട് ബിറ്റ്വീൻ 2 people, ഇറ്റ്സ് ബിറ്റ്വീൻ 2 families എന്നൊക്കെ പറയാം. ബട്ട് ദ റിയാലിറ്റി ഈസ് the families do not matter. What matters is this man and woman who decided to get married. Okay, കല്യാണം കഴിച്ച സമയത്ത് എന്തൊക്കെയോ ചേർച്ചകൾ തോന്നിയോണ്ടായിരിക്കുമല്ലോ വിവാഹം ചെയ്തത്. അത് ആ ചെറുക്കൻ്റെ അച്ഛൻ കൊള്ളാം അല്ലെങ്കിൽ ചെറുക്കൻ്റെ അമ്മ കൊള്ളാം എന്ന് വിചാരിച്ചായിരിക്കില്ലല്ലോ ഞാൻ ആ വിവാഹത്തിന് യെസ് പറഞ്ഞത്. അതേപോലെ എൻ്റെ അമ്മയോ അച്ഛനോ കൊള്ളാം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലല്ലോ പുരുഷൻ അല്ലെങ്കിൽ രാഹുൽ എന്നെ വിവാഹം ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും സ്ത്രീക്കും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ് ഉണ്ട് എന്ന് തോന്നിയോണ്ടായിരിക്കും വിവാഹം ചെയ്തിട്ടുണ്ടാവും. ആ ബോണ്ടിങ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷെ പുറത്തുനിന്ന് നാളെ നമ്മളോടൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത ആളുകൾ, അത് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മ ആണെങ്കിൽ പോലും അവരുടെ കാലം കഴിഞ്ഞും ജീവിക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മൾ തമ്മിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരാള് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും, ഹരി പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾക്ക് അറിയുന്ന വീടുകളിൽ പോലും ഈ പറഞ്ഞ പോലെ സ്ത്രീയുടെ അമ്മ ഈ മോൾക്ക് ഇങ്ങനെ ഊതി കൊടുക്കും, നീ മാത്രം എന്തിനാ ഇങ്ങനെ പറയുന്നത്, അവൻ എന്താ ചെയ്താൽ അത് കേട്ടിട്ട് ഇവള് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ ചേട്ടൻ എന്താ ചെയ്യാത്ത, ഞാൻ മാത്രം എന്താ ചെയ്യണം എന്നൊരു പ്രശ്നം ഉണ്ടാക്കും. അത് പാടില്ല. തിങ്ക് ഫോർ യുവർ സെൽഫ്. അമ്മ പറയുന്നതിൽ കാര്യമുണ്ടോ? ചിലപ്പോൾ അമ്മ പറയുന്നതിൽ കാര്യം ഉണ്ടാവും, നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ സമാധാനമായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് നമ്മുടെ അഭിപ്രായമായിട്ട് തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പ്രശ്നമായിരിക്കണം. അത് നമ്മുടെ അമ്മയോ നമ്മുടെ വേറൊരാൾ അച്ഛനോ നമ്മുടെ ഫ്രണ്ട്സ് പോലും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും ഏത് ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിലെ പ്രശ്നങ്ങളില്ലാത്ത, അപ്പോൾ ചെറിയ രീതിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരു പുറത്തേക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യം, അപ്പം ഭാവിയിൽ തീരെ പ്രശ്നമായാൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കേണ്ടി വന്നാൽ എടുക്കുമായിരിക്കും. പക്ഷെ സോഫാർ ഞങ്ങൾക്ക് ഇടയിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങളുടെ ഇടയിലുള്ളൂ. അങ്ങനെ എല്ലാ ഭാര്യയുടെയും ഭർത്താവ് അത് എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. ഈ പ്രേമം പ്രണയം അതൊക്കെ ഒരു സമയത്ത്, അതെല്ലാം മരിച്ചാലും നമുക്ക് ഇനിയും ജീവനോടെ നിലനിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ആ ഒരു റെസ്പെക്റ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം. അതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് കുഞ്ഞായതിനു ശേഷം ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടീസ് ഞാൻ അനുഭവിച്ചതാണ്. നമ്മുടെ ഹോർമോൺസ് ആർ ഓൾ ഓവർ ദി പ്ലേസ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും, ദേഷ്യം വരും. അപ്പോൾ ഒക്കെ ഈ ഭർത്താവിൻ്റെ അമ്മയുടെയും ഒക്കെ ഇടപെടൽ കാരണം ഒരുപാട് സ്ത്രീകൾ ആ സമയത്ത് ഡിവോഴ്സിലായ കേസ് എനിക്ക് ഇന്ന് വാട്സാപ്പിൽ ഒരു കുട്ടി എന്നോട് പറയുന്നുണ്ട്, വി ആർ ഗോയിങ് ഇൻ ഫോർ എ ഡിവോഴ്സ്. എന്നോടൊപ്പം ഡെലിവറിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ്? ബിക്കോസ് ഇതേ പ്രശ്നങ്ങൾ തന്നെ ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് നേരിടാൻ പറ്റും. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 1 month അല്ലെങ്കിൽ 1 year എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായ ടൈമിൽ, ആ ടൈമിൽ അവളെ ഇട്ട് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്, അതെല്ലാമാണ് പുരുഷൻ്റെ വീട്ടുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എനിക്കൊന്ന് അത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻ്റർഫിയറൻസും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലാണ്. കല്യാണം കഴിഞ്ഞ് അവരുടെ പാട്ടിന് വിടുക, കുട്ടി ഉണ്ടായി, എനിക്ക് എൻ്റെ മദർ-ഇൻ-ലോയ്ക്ക് വളർത്താൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു, രാഹുൽ ഈശ്വർ. എൻ്റെ അമ്മയ്ക്ക് വളർത്താൻ 2 കുട്ടികളുണ്ടായിരുന്നു, ഞാനും എൻ്റെ ചേച്ചിയും.
അവിടെ തീർന്നു. അവരുടെ അമ്മ നേരത്തെ പറഞ്ഞ അമ്മ വൈബ് അവിടെ തീർന്നു. ബാക്കി ഞങ്ങൾക്ക് വിട്ടുതരൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ വളർത്തേണ്ട സമയം ഞങ്ങൾക്കാണ്, ഞങ്ങൾക്ക് വിട്ടുതരൂ. ഇത് പറയാനും ഇനി നമ്മളിത് പറഞ്ഞൊരു പ്രശ്നം ആക്കണ്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഓർത്ത് തന്നെ ഇഗ്നോർ ചെയ്യാനുമുള്ള മെച്യൂരിറ്റി നമുക്കിപ്പോൾ വേണം. അവരോട് പറഞ്ഞൊരു പ്രശ്നം ആക്കണ്ട. പക്ഷെ എന്ത് അഡ്വൈസ് നമുക്ക് വന്നാലും ചിരിച്ചുകൊണ്ട് കേട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനും എന്ത് പ്രശ്നമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാനുള്ളൊരു മെച്യൂരിറ്റി. വേറെ സ്നേഹം വേണ്ട, പ്രേമം വേണ്ട, പ്രണയം വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും നിലനിൽക്കില്ല. പക്ഷെ ആ ഒരു മെച്യൂരിറ്റി ആൻഡ് റെസ്പെക്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല ഡിവോഴ്സസും ഇല്ലാണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, കഴിയുന്നതും വിവാഹം കഴിച്ചാൽ വേറൊരു നിവൃത്തി ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി താമസിക്കുക. അല്ലെങ്കിൽ പുറത്തേതെങ്കിലും രാജ്യങ്ങളിലാണ് പോയി ജോലി നോക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല തീരുമാനം. കാരണം അവിടെ വേറെ ഇൻറ്റർഫിയറൻസസ് ഉണ്ടാവില്ല. വല്ലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരെയും നോക്കിച്ചിരിക്കാം, എല്ലാവരെയും കാണാം, വീടുകളിലൊക്കെ പോയി വിസിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരാതി, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും 10 കണ്ണാണ് നമ്മുടെ ചുറ്റും. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ് നല്ല സന്തോഷപരമായ ഒരു കുടുംബജീവിതം ജീവിക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. ബിക്കോസ് അത്രയും ഇൻറ്റർഫിയറൻസസ് ചുറ്റുമുണ്ട്. പക്ഷെ അത് ഇഗ്നോർ ചെയ്യാനും വൈ ഡിഡ് വി ഗെറ്റ് മാരിഡ് ഇൻ ദി ഫസ്റ്റ് പ്ലേസ് എന്നുള്ളത് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മൾ ദാറ്റ് വി ഷുഡ് ഡു. നമുക്കതിനെ റിമൈൻഡ് ചെയ്യണം. ഓക്കെ, ഐ മാരിഡ് രാഹുൽ ബിക്കോസ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. അത് എനിക്ക് എപ്പോഴും ഓർമ്മ വേണം. അതിന് എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും രാഹുലിൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. കാരണം അവരാരും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പ്രേമിച്ചത്. പിന്നെ ഇപ്പം അവർ പറയുന്നത് എന്തിനാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ ആ രീതിയിലുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഒരു മെച്യൂരിറ്റി അതുണ്ടെങ്കിൽ